അകലെ ഇരുട്ടിൽ വലിയൊരു കെട്ടിടം. കെട്ടിടത്തിന് മുന്നിലുള്ള ഗേറ്റിൽ വിളക്ക് മിന്നി മിന്നി കത്തുന്നു. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തുറന്നിട്ടിരിക്കുന്ന ഒരു ജനാല. അതിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ രണ്ട് രൂപങ്ങൾ. മുറിയിലെ ഇരുട്ട് കാഴ്ചയെ മറയ്ക്കുന്നു. ഒരാൾ ഒരു കസേരയിലിരിക്കുന്നു. അയാളുടെ ബലിഷ്ഠമായ കൈത്തണ്ടകൾ കയറിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കോപവും അമർഷവും നിറഞ്ഞ കണ്ണുകളാൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തി അയാളെ രൂക്ഷമായി നോക്കുന്നു. അവന്റെ കയ്യിലെ തോക്ക് മേശപ്പുറത്തേക്ക് വെക്കുന്നു. "നീ എന്തിനാണ് ഇതെന്നോട് ചെയ്തത്?" ആയുധധാരി ഉച്ചത്തിൽ അലറി. അവന്റെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. മുന്നിലിരിക്കുന്ന വ്യക്തി വിറച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല." നുണയൻ. തോക്കുധാരി പൊട്ടിത്തെറിച്ച് തൻ്റെ കൈ മേശയിൽ ആഞ്ഞടിച്ചു. തൻ്റെ കയ്യിൽ കരുതിയിരുന്ന തോക്ക് എടുത്ത് അയാൾക്ക് നേരെ കാഞ്ചി വലിച്ചു. എങ്ങും നിശബ്ദത. പതുക്കെ പതുക്കെ മുറിയിൽ അവിടെവിടെയായി തെളിഞ്ഞു വരുന്ന കണ്ണുകൾ, ചെറിയ ചിരികൾ, പൊട്ടിച്ചിരികൾ. പെട്ടെന്ന് ആരോ മുറിയുടെ കതക് തള്ളി തുറക്കുന്നു. യൂണിഫോം ധരിച്ച ഒരാൾ വാതിൽക്കൽ വന്നു നിന്നു. അയാളുടെ ശബ്ദം മൂർച്ചയുള്ളതായിരുന്നു. "നിങ്ങൾക്കാർക്കും ഉറങ്ങാറായില്ലേ? പോകൂ, നിങ്ങളുടെ കിടക്കകളിലേക്ക് പോകൂ." മുറിയിലെങ്ങും പ്രകാശം നിറയുമ്പോൾ ഒരേ വസ്ത്രധാരികളായ ആളുകൾ അയാളെ തന്നെ തുറിച്ചു നോക്കുന്നു. അവർ പുഞ്ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരി അട്ടഹാസത്തിന് വഴിമാറുന്നു. അതൊരു ഭ്രാന്താലയമായിരുന്നു. നിശബ്ദമാക്കാൻ വിസമ്മതിക്കുന്ന ഭ്രാന്തിൻ്റെ ഒരു കൂട്ടം.